ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു നോബ്സ് വേൾഡ്. ഇന്ന് മറ്റൊരു മില്ലറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫിംഗർ മില്ലറ്റ് അഥവാ റാഗി എന്ന് പറയുന്ന ചെറുധാന്യത്തിൻ്റെ 2 റെസിപ്പീസാണ്. റാഗിയിൽ പ്രോട്ടീനും ഫൈബറും മിനറൽസ് ഒക്കെ ഒത്തിരി കൂടുതലാണ്. ശരീരത്തിന്റെ വെയിറ്റ് കുറയ്ക്കാനൊക്കെ ആയിട്ട് റാഗി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വളരെ നല്ലതാണ്. ഇതിനു മുമ്പ് ഞാൻ കോഡോ മില്ലറ്റിൻ്റെ, അതായത് കൂവരകിൻ്റെ ഇഡ്ഡലി ദോശ റെസിപ്പീസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കൂവരക് കഴിഞ്ഞാൽ പിന്നെ ഡയബറ്റിക് പേഷ്യൻസിന് നല്ലത് റാഗിയാണ്. അതുപോലെ തന്നെ റാഗിയുടെ ഫാറ്റ് കണ്ടന്റും ഒരുപാട് കുറവാണ്. റാഗി വെച്ചിട്ടുള്ള ഇടിയപ്പം, അതുപോലെ റാഗി ദോശ, ഈ 2 റെസിപ്പീസാണ് ഇന്നത്തെ വീഡിയോയിൽ. ഈ 2 റെസിപ്പീസിലും 2 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ ഇടയ്ക്ക് പറയുന്ന മില്ലറ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വിട്ടുപോകാതിരിക്കാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യം നമുക്ക് റാഗി ഇടിയപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് ഏതെങ്കിലും ഒരു ബ്രാൻഡ് റാഗി പൗഡറാണ് നമുക്ക് വേണ്ടത്. ഓർഗാനിക് ആണെങ്കിൽ കുറച്ച് കൂടുതൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ബ്രാൻഡ് മതി. ഞാനിവിടെ ഏകദേശം ഒരു കപ്പിനടുത്ത് റാഗി പൗഡർ എടുക്കുന്നുണ്ട്. ഒരു 10-12 ഇടിയപ്പം എന്നുള്ളൊരു കണക്കിലാണിത്. ഈ പൊടി ഇനി നമ്മൾ ഇടിയപ്പം കുഴയ്ക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ഈ ഇടിയപ്പം ഉണ്ടാക്കുന്നത് റാഗി പൗഡർ വെച്ച് മാത്രമാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മളൊരു ഏകദേശം 1-1.5 കപ്പ് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരിക്കണം. ഇനി നമ്മൾ ഈ പൊടി കുഴയ്ക്കേണ്ടത് നല്ല തിളച്ച വെള്ളത്തിലാണ്. നല്ല തിളച്ച വെള്ളത്തിൽ കുഴയ്ക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇടിയപ്പത്തിന് നല്ല മയം കിട്ടുകയുള്ളൂ. നല്ല ചൂടായതുകൊണ്ട് ആദ്യം കുറച്ച് നേരം നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. സാധാരണ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് മാവിൻ്റെ പരുവത്തിലായിട്ട് കുഴച്ചെടുക്കാം. നമ്മളിവിടെ ഇടിയപ്പം ഉണ്ടാക്കുന്നത് റാഗി പൗഡർ മാത്രം ഉപയോഗിച്ചിട്ടാണ്. റാഗി പൗഡർ മാത്രം ഉപയോഗിച്ചാൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം കിട്ടും. റാഗി പൗഡറിൻ്റെ കൂടെ അരിപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ള ഇടിയപ്പം റെസിപ്പീസൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോൾ അതിനൊരു മില്ലറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല. അതുമാത്രമല്ല, അതിൽ അരിയൊക്കെ ചേർക്കുന്ന കാരണം നമുക്ക് റാഗിയുടെ മുഴുവൻ ഗുണം ഇടിയപ്പത്തിന് കിട്ടുകയില്ല. നമ്മളിങ്ങനെ ഈ തിളച്ച വെള്ളത്തിലൊക്കെ ഇങ്ങനെ കുഴയ്ക്കുന്നത് കൊണ്ട് ഇപ്പോൾ അരിപ്പൊടി ഒന്നും ചേർക്കാതെ വെറുതെ റാഗി പൗഡർ കൊണ്ട് മാത്രം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം കിട്ടും. കുറച്ച് കഴിയുമ്പോൾ തിളച്ച വെള്ളത്തിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് സ്പൂണൊക്കെ മാറ്റിയിട്ട് ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ മാവ് കുഴയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാനുള്ള തട്ട് ചൂടാക്കാൻ വയ്ക്കാം. ഞാനിവിടെ ഇഡ്ഡലി പാത്രമാണ് എടുത്തിരിക്കുന്നത്. തട്ട് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് തട്ട് ഒന്നുകൂടി നന്നായിട്ട് ചൂടാവാനായിട്ട് വെക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവൊക്കെ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. അരിപ്പൊടി കൊണ്ട് നമ്മൾ ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന അതേ പരുവത്തിലും അതേ മയത്തിലും ഒക്കെ തന്നെ നമുക്ക് റാഗി കൊണ്ടും ഇടിയപ്പത്തിന് കുഴയ്ക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കാനുള്ള തട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓരോ തട്ടിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. തേങ്ങ ചിരകിയത് ഇത്ര ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഞാൻ കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്. കാരണം റാഗി ഇടിയപ്പത്തിനും പുട്ടിനും ഒക്കെ കുറച്ച് തേങ്ങ കൂടുതലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് മാവ് സേവനാഴിയിലേക്ക് മാറ്റാം. നമ്മളിപ്പോൾ ഈ മാവ് കുഴയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സേവനാഴിയിൽ എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം അല്ലാതെ തന്നെ നമുക്കിത് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി ഓരോ കുഴിയിലായിട്ട് നമുക്ക് ഇടിയപ്പം പിഴിയാം. ഇതിപ്പോൾ അങ്ങനെ ഇഡ്ഡലി തട്ടിലല്ലാതെ ഏതെങ്കിലും ആവി കയറ്റുന്ന പാത്രത്തിൽ നമുക്ക് ഇതുപോലെ ഇടിയപ്പം പിഴിഞ്ഞ് ഉണ്ടാക്കിയെടുക്കാം. അരി കൊണ്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കുന്ന അതേ മയത്തിലും പാകത്തിലും തന്നെയാണ് നമ്മൾ ഈ മാവും കുഴച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എണ്ണ ചേർത്തില്ലെങ്കിലും ഇതൊട്ടും ഡ്രൈ ആയി പോവുകയില്ല. അതുപോലെ തന്നെ പിഴിയാനും നല്ല എളുപ്പമാണ്. അപ്പോൾ ഇവിടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഇടിയപ്പത്തിൻ്റെ തട്ട് ഇറക്കി വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. ഇടിയപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇടിയപ്പം വെന്ത് നമ്മൾ തട്ട് എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചൂടോടുകൂടി തന്നെ ഇടിയപ്പം വേറെ പാത്രത്തിലേക്ക് മാറ്റേണ്ടതാണ്. കാരണം കൂടുതൽ സമയം ആ തട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇടിയപ്പം ഡ്രൈ ആയി പോകും. അപ്പോൾ അങ്ങനെ നമ്മുടെ റാഗി ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ല സോഫ്റ്റാണ്.
അപ്പോൾ ഇതിൽ വേറെ എക്സ്ട്രാ ഓയിലോ അല്ലെങ്കിൽ അരിപ്പൊടിയോ അങ്ങനെ ഒന്നും ചേർക്കാത്തത് കൊണ്ട് ഇതിന് നമുക്ക് റാഗിയുടെ മുഴുവൻ ഗുണം നമുക്ക് കിട്ടും. പിന്നെ അങ്ങനെ സാധാരണ ഇടിയപ്പം പോലെ തന്നെയാണ്, നമുക്ക് അങ്ങനെ വലിയ ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും തോന്നുമൊന്നുമില്ല. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കുറച്ച് കൂടുതൽ തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട്, അപ്പം അതിൻ്റെയും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒത്തിരി നേരം ഇങ്ങനെ ഇരുന്ന് തണുത്ത് കഴിഞ്ഞാലും അത് ബലമൊന്നും വെക്കില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഒരുപാട് നേരം അതങ്ങ് ഇരിക്കുകയും ചെയ്യും. ഇതിപ്പോൾ നമുക്ക് കടലക്കറിയുടെ കൂടെയോ അല്ലെങ്കിൽ വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ കൂടെയോ അതും അല്ലെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ കൂടെ ആയാലും നമുക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ റാഗിക്കും അതുപോലെ തന്നെ മറ്റു മില്ലറ്റ്സിനൊക്കെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഡയറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡോക്ടറെ കണ്ടിട്ട് അത് ചെയ്യുന്നതായിരിക്കും നല്ലത്. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് റാഗി കൊണ്ടുള്ള ദോശയാണ്. അപ്പോൾ ഈ ദോശ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വെറും 5 മിനിറ്റ് മാത്രം മതി. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് റാഗി പൗഡർ എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടുവാണ്. അതിൻ്റെ കൂടെ ഞാനൊരു 1/4 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ജീരകമാണ്. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് സാധാ ടെമ്പറേച്ചറിലുള്ള വെള്ളം ചേർത്ത് നമുക്ക് ദോശമാവിൻ്റെ പരുവത്തിൽ അരച്ചെടുക്കാം. തേങ്ങയും ജീരകവും ഒക്കെ ഉള്ളത് കാരണം ഇത് ശരിക്കും നന്നായിട്ടൊന്ന് അരയ്ക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ദോശമാവ് റെഡിയായി. ഇത്രയേ ഉള്ളൂ റാഗി ദോശ ഉണ്ടാക്കാനായിട്ട്. നമ്മളിതിൽ ഉഴുന്നും അരിയൊന്നും കുതിർക്കുകയോ അല്ലെങ്കിൽ അരയ്ക്കുകയോ ഒന്നും ചെയ്യണില്ല, അരിപ്പൊടി ഒന്നും ചേർക്കുന്നുമില്ല. അപ്പോൾ നമുക്കിതിൽ ദോശമാവിൻ്റെ പരുവത്തിനൊക്കെ കൂടുതൽ കട്ടിയുണ്ടെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്താലും മതി. അപ്പോൾ ഈ മാവ് കൊണ്ട് നമുക്ക് നേരെ ദോശ ഉണ്ടാക്കാം. ഇതങ്ങനെ റെസ്റ്റ് ചെയ്യാനോ പുളിക്കാനോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. മിക്സ് ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാം. ഇത് നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലത് ദോശക്കല്ലിൽ ഉണ്ടാക്കുന്നതാണ്. കാരണം ഇത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ടൈപ്പ് ദോശയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ദോശ ഉണ്ടാക്കാനായിട്ട് 5 മിനിറ്റ് മാത്രം മതി. ഞാനപ്പോൾ ഇവിടെ എടുത്തത് 1/2 കപ്പ് റാഗി പൗഡറാണ്. അപ്പോൾ 1/2 കപ്പ് റാഗി പൗഡറും 1/4 കപ്പ് തേങ്ങയും കൂടി ഏകദേശം ഒരു 4 ദോശ നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ റാഗി ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ തേങ്ങാ ചട്നിയുടെ കൂടെയാണ് ഇത് കഴിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ്. ദോശ ഉണ്ടാക്കി കുറേ കഴിഞ്ഞാലും ഇങ്ങനെ തണുത്ത് കഴിഞ്ഞാലും അത് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ നമ്മൾ ജീരകമൊക്കെ ചേർത്ത കാരണം ശരിക്കും നല്ല രുചിയാണ്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇപ്പോൾ നമ്മൾ മാവ് അരയ്ക്കുന്ന സമയത്ത് ജീരകത്തിൻ്റെ കൂടെ ഒരു ചെറിയൊരു ചുവന്നുള്ളിയും കൂടി ചേർത്ത് അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വേറൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ റാഗി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇനി നോബ്സ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു.